ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1:30-ക്കാണ് ആ പ്രഖ്യാപനം. ICC വനിതാ ഏകദിന ലോകകപ്പിനുള്ള ടീമിനെയും ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ 2 ടീം പ്രഖ്യാപനങ്ങൾ. ഇതിൽ ഈ പ്രഖ്യാപനത്തിൽ ഈ ഗില്ലിനെയും സിറാജിനെയും ഒക്കെ എവിടെ ഉൾപ്പെടുത്തി, ഇവരെല്ലാം കൂടെ എവിടെ കളിപ്പിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവരെ ഒഴിവാക്കിയാൽ കൃത്യമായ ലോജിക്കും പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം കാത്തിരിക്കുന്ന 2 പ്രഖ്യാപനങ്ങളാണ് വരേണ്ടിയിരിക്കുന്നത്. ആദ്യം 1:30 ഏഷ്യ കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ 3:30 ICC ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യ തന്നെ വേദിയാകുന്ന ലോകകപ്പിനുള്ള ടീമിനെയും പ്രഖ്യാപിക്കുന്നത്. എന്തായാലും വളരെ ആകാംക്ഷയിലാണ് ആരാധകർ ഈ 2 പ്രഖ്യാപനത്തെയും കാത്തിരിക്കുന്നത്. ക്രിസ്റ്റീന ചോദിച്ച പോലെ തന്നെ ഇന്ത്യക്ക് ടാലൻസിന് ഒട്ടും തന്നെ കുറവില്ല. ഇത്ര അധികം പേര് ഇന്ത്യയെ മുമ്പ് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞതുപോലെ ഒരു 3 ടീമെങ്കിലും ഉണ്ടാക്കാനുള്ള ആളുകൾ സത്യത്തിൽ ഇന്ത്യക്ക് ഉണ്ട് നിലവിൽ എന്നുള്ളതാണ്. പക്ഷേ 15 പേരെയാണ് ഏഷ്യ കപ്പിന് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ 2020 ലോകകപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ടീം കൂടിയാണ് ഈ ഏഷ്യ കപ്പ് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നത്. കാരണം വരാനിരിക്കുന്നത് 2020 അടുത്ത വർഷം ജനുവരിയിലാണ്. അപ്പോഴേക്കും ഒരു ടീമിനെ സെറ്റാക്കി എടുക്കേണ്ടിയിരിക്കും ഇന്ത്യക്ക് വേണ്ടത്. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഇന്ത്യ ഏകദേശം ഒരു ടീമിനെ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഒരു കോർ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ സഞ്ജു സാംസണൊക്കെ ഉണ്ട്. പക്ഷേ സമീപകാലത്ത് IPL തിളങ്ങുകയും ഒപ്പം തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിലും തിളങ്ങുകയും ചെയ്തതോടുകൂടി ശുഭ്മാൻ ഗില്ലിനെ, അദ്ദേഹത്തെ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കാനുള്ള പദ്ധതികളും BCCIക്കുണ്ട്. അങ്ങനെ ഒരു താരത്തെ ഉൾക്കൊള്ളിക്കണം എന്ന ചില ചർച്ചകൾ വന്നിരുന്നു. അതോടുകൂടിയാണ് ഒരുപക്ഷെ സഞ്ജുവിന് വരെ പണി കിട്ടിയേക്കാം എന്ന തരത്തിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഗൗതം ഗംഭീർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കോർ ടീമിനെ പൊളിക്കേണ്ട, കുറച്ചുകൂടി എക്സ്പ്ലോസീവായ 2 താരങ്ങൾ അഭിഷേക് ശർമ്മയും ഒപ്പം തന്നെ സഞ്ജു തന്നെ കളിക്കട്ടെ എന്നുള്ള തീരുമാനമാണ് ഗൗതം ഗംഭീറിൻ്റേത് എന്നുള്ള ആളാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിൻ്റെ കാര്യം, അദ്ദേഹം ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. പക്ഷേ ജസ്പ്രീത് ബുംറ കളിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പണി കിട്ടുക ഇതുപോലെ തന്നെ മുഹമ്മദ് സിറാജിനാണ്. ഒപ്പം തന്നെ ധാരാളം താരങ്ങൾ കാത്തിരിപ്പുണ്ട്. ജിതേഷ് ശർമ്മയുണ്ട്. ഒപ്പം തന്നെ ശ്രേയസ് അയ്യർ, അദ്ദേഹം ദീർഘകാലമായി 2020 കളിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ IPL സമീപകാല IPL ഒപ്പം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനം ഏറ്റവും മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യർക്കും വിളിയെത്തുമോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയിലാണ്. 1:30 മുംബൈയിൽ വെച്ചാണ് ഈ ടീം പ്രഖ്യാപനം. ഈ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ഒപ്പം തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഈ ടീം വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും ടീമിനെ പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. തൊട്ടു പിന്നാലെ 3:30 മറ്റൊരു വിശ്വകപ്പ് ഇന്ത്യ വേദിയാകുന്ന വിശ്വകപ്പുള്ള ഇന്ത്യൻ ടീം ഏതാണെന്ന് നമുക്ക് അറിയാനുള്ളത് വനിതാ ലോകകപ്പാണ്. അതിൽ നമ്മുടെ ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരം മിന്നുമണി കളിക്കുമോ എന്നുള്ളതാണ്. സമീപകാലത്ത് ഇന്ത്യ ടീമിനൊക്കെ വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് മിന്നുമണി. അപ്പോൾ മിന്നുമണി ടീമിലേക്ക് വരുമോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആകാംക്ഷ. ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ എന്തായാലും സ്മൃതി മന്ദാനയും ജമീമയും അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്ന് വളരെ ഒരു ആവേശം നൽകുന്ന ദിനമാണ് ക്രിസ്റ്റീന ഹാഷ്മി.